നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ഓണാഘോഷം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും ചേർന്നായിരുന്നു ഓണാഘോഷം. രക്ഷണം ചേർപ്പ് പഞ്ചായത്ത് കുടുംബസംഗമം നടന്നു. ഓണക്കിറ്റും ഓണപ്പുടവ വിതരണവുമാണ് കുടുംബസംഗമത്തിലുണ്ടായത്. പെരുമ്പള്ളിശ്ശേരി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. 2024-25 വർഷത്തെ 18 ലക്ഷം രൂപയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നിർമ്മാണം. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ഓണാഘോഷം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും ചേർന്നായിരുന്നു ഓണാഘോഷം. ചേർപ്പ് പഞ്ചായത്ത് ഭോജന ഹാളിൽ നടന്ന ഓണാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് അധ്യക്ഷയായി. കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അരുൺ ഓണ സന്ദേശം നൽകി. ചേർപ്പ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, അംഗങ്ങളായ ധന്യ സുനിൽ, പ്രിയലത പ്രസാദ്, സുനിത ജിനു, സിനി പ്രദീപ്, അമ്പിളി അജിത്ത്, ശ്രുതി വിജിൽ, അൽഫോൺസ പോൾസൺ, പ്രജിത്ത്, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണകുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ, ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി ബാനർജി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപക്, ബാബു, പാലിയേറ്റീവ് നഴ്സുമാർ, ആശാ വർക്കർമാർ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. തുടർന്ന് സോണിക ടീം അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. ജനപ്രതിനിധികളുടെയും മുത്തുള്ളിയാൽ സ്വസ്തിക വീരനാട്യം ടീമിന്റെയും ബാണക്കളികളും അരങ്ങേറി. രക്ഷണം ചേർപ്പ് പഞ്ചായത്ത് കുടുംബസംഗമം നടന്നു. ഓണക്കിറ്റും ഓണപ്പുടവ വിതരണവുമാണ് കുടുംബസംഗമത്തിൽ ഉണ്ടായത്. പെരുമ്പള്ളിശ്ശേരി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് അഡ്മിൻ സോമനാഥൻ അധ്യക്ഷനായി. ചേർപ്പ് പഞ്ചായത്ത് അഡ്മിൻ രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പ്രിയലത പ്രസാദ്, ചന്ദ്രൻ വല്ലച്ചിറ, ഗോപി, ചേർപ്പ് പഞ്ചായത്ത് അഡ്മിനും ജില്ലാ എക്സിക്യൂട്ടീവുമായ രാജേഷ് വർമ്മ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സമൂഹത്തില് ഇന്ന് വരെ ഹൈന്ദവ സമൂഹം ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ രക്ഷണം കുടുംബം ഇന്ന് മുന്നോട്ട് വെച്ച് ഹൈന്ദവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി, അതിനൊക്കെയുള്ള പല കാര്യങ്ങളും പലരുമായി ബന്ധപ്പെട്ടും പലയിടങ്ങളിലും അവർ ബന്ധപ്പെട്ടും നമുക്ക് ഫണ്ടില്ലെങ്കിൽ തന്നെ അവർ പലരെയും സമീപിച്ച്, അവരെ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അടങ്ങുന്നവരാണ്, അങ്ങനെ പലരെയും ചെന്ന് കണ്ട് നമ്മുടെ അവസ്ഥകളൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യകൾ നമ്മൾ വാങ്ങി നമ്മുടെ രക്ഷണം കുടുംബത്തിലുള്ള
പല കുടുംബങ്ങളെയും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞത് അത് നമുക്ക് ഈ അവസരത്തിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. 2024-25 വർഷത്തെ 18 ലക്ഷം രൂപയുടെ പ്രത്യേക വികസന ഫണ്ടാണ് പദ്ധതി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഈ വായനശാലകൾ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ സഹായം കൊടുത്തത് 38 വായനശാലകൾക്കാണ്. ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം ഇപ്പോൾ 2 ടൈമായിട്ട് ഇവിടെ പുസ്തകം നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ ഇനി ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമുണ്ട്. ആ കെട്ടിടം പണിയുന്നതിന് ആവശ്യമായ ഫണ്ട് എത്ര എസ്റ്റിമേറ്റ് പ്രകാരം കൊടുക്കാമെന്ന് നമുക്ക് ലിസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. എസ്റ്റിമേറ്റ് സംഖ്യ പ്രകാരം. അപ്പോൾ ആ എസ്റ്റിമേറ്റ് സംഖ്യയാണ് ഇപ്പോൾ 18 ലക്ഷം രൂപ പണിയാൻ കഴിയും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെങ്കിൽ പറയണ ഈ സാധനം മാറ്റണം. ഏത് ഈ ഇലക്ട്രിസിറ്റിയുടെ ഇതിനൊന്ന് മാറ്റി സ്ഥാപിക്കാൻ, കത്ത് കൊടുത്താൽ മാറ്റി സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു വിളിച്ച പോലെ വരണം. ഇവിടെ വായനശാലയ്ക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതുകൊണ്ട് ഇവിടെ വരുന്ന ഇപ്പോൾ വേറെ വായനശാലയ്ക്ക് ഗ്രേഡ് ഉണ്ട്. ഇപ്പം ഇത് A ഗ്രേഡോ B ഗ്രേഡോ എനിക്കറിയില്ല. C ആണ്. A ഗ്രേഡ് ഇവിടെ എത്തണം. അതിനൊരു പുസ്തകത്തിൻ്റെ നമ്പറുണ്ട്. അതിലെത്തിക്കാനുള്ള ആവശ്യമായ നടപടികൾ എന്ത് എന്ന് പരിശോധിച്ച് പലരും പുസ്തകം നവപുസ്തകം സംഭരിക്കുക, കൊണ്ടുവരിക. പിന്നെ MLA കൊടുക്കുന്ന പുസ്തകം പദവും ആൾക്കാരുടെ പുസ്തകം കൊടുത്ത് A ഗ്രേഡിൽ എത്തിക്കുമ്പോൾ ഒരുപാട് സഹായങ്ങൾ സർക്കാരിന് ലഭിക്കും. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം കൂടി നമ്മുടെ ഇന്നത്തെ കല്ലുകാൽ ക്രമവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് എനിക്ക് തോന്നിയത്. കൂടുതൽ പ്രസംഗിക്കുന്നത് ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വായനശാല പ്രസിഡന്റുമായ AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പൊതുമണ്ഡലത്തിൽ തന്നെ ഗ്രാമീണ വായനശാലകൾ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രചാരണം നേടിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. അത് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും വിദ്യാഭ്യാസ മണ്ഡലത്തിലും വായനശാലകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വലിയ പ്രചോദനം നൽകിയ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വായനശാല ഉയർന്നു വരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് ധാരാളം പേര് അതിനുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്ഥലം ലഭ്യമാകാനായിട്ട് നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റാൻസൻ അതിനോടനുബന്ധമായിട്ടുള്ള അവരെ കൂടിയാണ് നമുക്ക് ഈ സ്ഥലം നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളത്. ശേഷം വന്ന ധാരാളം പേരുണ്ട്. ഇപ്പോൾ വാസ്തവൻ കാട്ടുങ്കലാണ് അന്തരിച്ച് പോയ ഒരു നമ്മുടെ പ്രവർത്തകനാണ്. ആൻറ്റോ പള്ളിക്കാട് നമ്മൾ അന്തരിച്ച് പോയ ഗ്രാമീണ നമ്മുടെ വായനശാലയുടെ പ്രവർത്തകനാണ്. അങ്ങനെ ധാരാളം പേര് പരാമർശിക്കാത്തതും നമുക്ക് പറ്റാത്ത ധാരാളം പേര് ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറത്ത് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ വലിയ പ്രചോദനമാവും നമ്മയൊക്കെ നിവർന്നു നിൽക്കാനായിട്ട്, വായന കൊണ്ട് നിവർന്നു നിൽക്കാനായിട്ട് സഹായിച്ച ധാരാളം പേരുണ്ട്, പ്രവർത്തകരുണ്ട്. അവരുടെ അധ്വാന ഫലം നമ്മളതിനെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മളതിനെ കൊണ്ടുപോവുകയാണ്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായി. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷഫീർ പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി TM റോയി, പള്ളിപ്പുറം ആലപ്പാട്ട് കോൾ ഫാമിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് CL റപ്പായി, PV സുബ്രഹ്മണ്യൻ, CS പവനൻ, KR ചന്ദ്രൻ, ബിരുരാജ് പന്നിപ്പുലത്ത്, നേതൃസമിതി കൺവീനർ MK വിലാസ്, ALP സ്കൂൾ പ്രധാനാധ്യാപിക ഷെജി, വായനശാല അംഗം സജീവൻ മുളങ്ങിൽ, വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഓണാഘോഷം. ചേർപ്പ് SHO MS ഷാജൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെയും ഒരു ഉത്സവമാണ്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകം മുഴുവനുള്ള മലയാളികളും ആർത്തുല്ലസിച്ച് ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം നടപ്പാക്കുന്ന ആൾക്കാരാണ്. ഓണം ആഘോഷിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷിതത്വവും അതുപോലെ തന്നെ അവർ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ വീടുകളിലെ കാവലും അതുപോലെ തന്നെ അവർ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയങ്ങളിൽ അവർക്ക് യാതൊരുവിധ ട്രാഫിക്കും മറ്റ് തടസ്സങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മൾ. അപ്പോൾ നമ്മളും ഈ ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മളും ഈ ചേർപ്പ് പോലീസ് സ്റ്റേഷനും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കും പരിമിതികളുണ്ട്, പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇത് ആസൂത്രണം ചെയ്ത് നമ്മൾക്കും ആഘോഷിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
SI KS സുബിന്ദ ഓണസന്ദേശം നൽകി. SIമാരായ MS ഷാജു, A സജിബാൽ എന്നിവർ സംസാരിച്ചു. ജനമൈത്രി അംഗങ്ങളായ പ്രദീപ് വലിയങ്ങാട്ടിൽ, അഭിലാഷ് മൂലേക്കാട്ടിൽ, അൽത്താഫ്, രജീഷ്, അലക്സി, പ്രസാദ്, സുനിത, ജയന്തി നാരായണൻ, ഇക്ബാൽ, ബാബു എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി. ചേർപ്പ് സരസ്വതി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാർഷിക സംഗമവും ഓണാഘോഷവും നടത്തി. 1999 2000 വർഷ പ്രീ ഡിഗ്രി ബാച്ചായ ശ്രാവണം 4ാം വാർഷിക സംഗമത്തിന്റെ ഭാഗമായായിരുന്നു ആഘോഷം. പൂർവ്വ വിദ്യാർത്ഥികളായ KB പ്രമോദ്, PR ആന്റോൺ, MV ജെൻസൺ, ഗിരിദാസ്, വിനീഷ് നടുവിൽ, അമ്പിളി ശ്രീകുമാർ, രഞ്ജിനി മനോജ്, ഫസീല ബഷീർ, രാധിക, ഷീജ ബിജു എന്നിവർ പങ്കെടുത്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പൂക്കളമിടൽ, ഓണസമ്മാന വിതരണം, കലാവിരുന്ന്, ഓണസദ്യ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലെ വയോജനങ്ങൾക്ക് ഓണസമ്മാന പദ്ധതിയുമായി വാർഡ് മെമ്പർ. തുടർച്ചയായ 5ാം വർഷമാണ് മെമ്പർ വയോജനങ്ങൾക്കായി ഓണസമ്മാനം ഒരുക്കിയത്. ചെറുവത്തേരി ഹരിശ്രീ ക്ലബിൽ നടന്ന ചടങ്ങിൽ നടിയും ഇരിങ്ങാലക്കുട നഗരസഭാ മുൻ ചെയർപേഴ്സൺ കൂടിയായ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ശ്രീജിത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് 24 മണിക്കൂറും നിങ്ങളുടെ ഓൺ കോളിൽ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഏത് കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓണ സമ്മാനം കൊടുക്കുന്ന പരിപാടി ഇത്രയും 5 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് ഈ വാർഡിനോട് അല്ലെങ്കിൽ നിങ്ങളോട് ശ്രീജിത്തിനുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ശ്രീജിത്ത് ഉണ്ടാവും അല്ലേ? കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഇടം നേടാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പരസ്പരം സ്നേഹം, ബഹുമാനം, അംഗീകാരം എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എത്ര നല്ല കാര്യം ചെയ്താലും ഒരാളെ അത് നന്നായി എന്ന് പറയാൻ പലരുടെയും നാവ് പൊന്തില്ല. നേരെ തിരിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു അബദ്ധം അറിയാതെ പോലും പറ്റിപ്പോയി നോക്കിയേ, അതിനെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവായിരിക്കും. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ മനസ്സിൽ സ്നേഹമുള്ള മകനായി ഒരാളെ വെക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്, ആ ഒരു ഇരിപ്പിടത്തിൽ കയറാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വാർഡ് മെമ്പർ NB ശ്രീജിത്ത് അധ്യക്ഷനായി. നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് പരിപാടിയുമായി നമുക്ക് കൂടേണ്ടതുണ്ട്. ഓണം മാത്രമല്ല, 5 വർഷമായിട്ട് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എനിക്ക് മനസ്സ് നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ തെറ്റുകളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ 11ാം വാർഡിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും നടത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നടത്തി തരാം എന്ന് അല്ലാതെ നടത്താൻ പറ്റില്ല എന്ന ഒരു വാക്ക് ഞാൻ പറയാറില്ല. പരമാവധി എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാം ഞാൻ നടത്തി തന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് KP അനൂപ് മുഖ്യാതിഥിയായി. CR ബാലകൃഷ്ണൻ, KR ശ്രീനിവാസൻ, പ്രിയൻ പെരിഞ്ചേരി, KK കുട്ടൻ, PP ജോയ്, രാധാകൃഷ്ണൻ, സുരേഷ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സഹകാരി KL ആന്റണി അധ്യക്ഷനായി. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട്,
ജോസഫ് ആന്റണി, റോസ്മേരി ആന്റണി എന്നിവർ സംസാരിച്ചു. ലോകത്തിലെ ആദ്യത്തെ 2020 കേരള പ്രീമിയർ ചെസ് ലീഗ് മത്സരത്തിൽ തൃശൂർ തണ്ടേഴ്സ് ടീമും. ഈ മാസം 6, 7 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഗ്രാൻഡ് മാസ്റ്റർ തമിഴ്നാട് സ്വദേശിയായ ദീപൻ ചക്രവർത്തിയും ഇന്റർനാഷണൽ ഫിഡെ റേറ്റ് താരങ്ങളുമടക്കം 25 പേരാണ് തൃശൂർ തണ്ടേഴ്സ് ടീമിലുള്ളത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 654 കളിക്കാരാണ് ടീമിൽ ചേരാൻ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ നിന്ന് 350 പേരെ KPCL മത്സരത്തിന് വിവിധ ജില്ലകൾ മുഖേന തിരഞ്ഞെടുത്തു. വെർച്വൽ ലേലം മുഖേനയാണ് കളിക്കാരെ ഓരോ ജില്ലയും സ്വന്തമാക്കിയത്. VS മണിലാണ് തൃശൂരിന്റെ ടീം മാനേജർ. പ്രസാദ് കുമാർ ക്യാപ്റ്റനുമാണ്. ലീഗിന് മുന്നോടിയായി ടീം അംഗങ്ങൾക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്തും ചേർപ്പിലെ ഇന്ത്യൻ ചെസ് അക്കാദമിയിലുമായി ക്ലാസുകൾ നൽകി. പ്രീമിയർ ചെസ് അക്കാദമിയുടെ CEO കോട്ടയം സ്വദേശി രഞ്ജിത്ത് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നത്. 20 രാജ്യങ്ങളിലായി 20,000 പേർക്ക് ഓൺലൈൻ മുഖേന ചെസ് പരിശീലനം നൽകുന്ന അക്കാദമിയുടെ CEO ആണ് രഞ്ജിത്ത്. ചെസ് കളിക്കാനുള്ള വേദി ഒരുക്കുക മാത്രമല്ല, ചെസ് കളിക്കാരുടെ ക്ഷേമത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും പരിശീലകർക്ക് മികച്ച വരുമാനമുള്ള തൊഴിൽ സാധ്യതകളും ഇദ്ദേഹം നടപ്പാക്കിയിരുന്നു. 1 കോടി രൂപയാണ് അദ്ദേഹം ലീഗ് മത്സരത്തിനായി ചിലവഴിക്കുന്നത്. KPCL മത്സരത്തിൽ വിവിധ കലകളുടെ പ്രകടനവും നടക്കും. കളിക്കാർക്കുള്ള ജേഴ്സി അനാച്ഛാദനം, ഉഷ ഉതുപ്പ് ആലപിച്ച തീം സോങ്ങിന്റെ പ്രകാശനം എന്നിവ നേരത്തെ നടന്നിരുന്നു. MR വെങ്കിടേഷ്, സ്വയം മിശ്ര, ദീപൻ ചക്രവർത്തി തുടങ്ങിയ ഗ്രാൻഡ് മാസ്റ്റർമാരും മറ്റ് അന്താരാഷ്ട്ര കളിക്കാരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കളിക്കാർക്ക് അവസരം ലഭിക്കുന്ന വിധമാണ് 14 ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന ടീം ഉണ്ടാക്കിയിട്ടുള്ളത്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഇന്ത്യയിലെ ഉയർന്ന സമ്മാനത്തുകയാണ് KPCL നൽകുന്നത്. പൂരത്തിന്റെ പെരുമ വിളിച്ചോതാനാണ് തൃശൂർ ടീമിന് തണ്ടേഴ്സ് എന്ന പേര് നൽകിയതെന്ന് രഞ്ജിത്ത് ബാലകൃഷ്ണൻ പറയുന്നു. ചെസ് ചരിത്രത്തിൽ ആദ്യമായാണ് 20 ബോർഡ് ഫിക്സഡ് ഫോർമാറ്റിൽ ഒരു ടീം ചെസ് ടൂർണമെന്റ് നടക്കുന്നത്. അത് തിരുവനന്തപുരത്തുള്ള പ്രീമിയർ ചെസ് അക്കാദമിയാണ് സംഘടിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്ലെയേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. അതിനു വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും 14 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അതിൽ തൃശ്ശൂർ ടീമിൽ നിന്നുള്ള 25 പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പ്ലെയേഴ്സാണ് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് 6, 7 തീയതികളിലാണ് ചെസ് ടൂർണമെൻറ്റ് തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ 5-ാം തീയതി തന്നെ യാത്ര തിരിക്കും. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ടുള്ള ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാ പ്ലെയേഴ്സും എത്തിച്ചേർന്നിട്ടുള്ളത്. തൃശൂർ പൂരങ്ങളുടെ നാടാണ്. അതേപോലെ തന്നെ ചെസ്സിന്റെ ആസ്ഥാനവും എന്നൊരു സ്പെഷ്യാലിറ്റിയും കൂടെ തൃശ്ശൂരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ തണ്ടേഴ്സ് അഥവാ തൃശൂർ പൂരം എന്നുള്ളൊരു പേര് നമ്മൾ തൃശൂർ ടീമിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു തൃശൂർ തണ്ടേഴ്സ് ആൻഡ് all of you enjoy Kerala Premier Chess League 2025. കുപ്രസിദ്ധ ഗുണ്ട താറാവ് സണ്ണിയെ കാപ്പത്ത് നിയമപ്രകാരം നാടുകടത്തി. കൊലപാതകമടക്കം 23 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാപ്പ ചുമത്തിയ താറാവ് സണ്ണി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് കാപ്പ ചുമത്തിയുള്ള ഉത്തരവിട്ടത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് താറാവ് സണ്ണി. കോടന്നൂർ ശാസ്താംകടവ് സ്വദേശിയാണ് താറാവ് സണ്ണി എന്ന എലുവത്തിങ്കൽ വീട്ടിൽ സണ്ണി. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതാണ് കാപ്പ നിയമം. സണ്ണി ചേർപ്പ്, അന്തിക്കാട്, കൊരട്ടി, തൃശൂർ വെസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 23 കേസുകളിൽ പ്രതിയാണ്. 1 കൊലപാതകം, 5 വധശ്രമം, 2 കവർച്ച, 4 അടിപിടി, മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിക്കൽ, പൊതുസ്ഥലത്ത് പരസ്യ മദ്യപാനം തുടങ്ങിയവയാണ് കേസുകൾ. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ്, ഗ്രേഡ് ASI ജ്യോതിഷ് കുമാർ എന്നിവർ പ്രതിക്കെതിരെ കാപ്പ ചുമത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വർഷം ഇതുവരെ 163 ഗുണ്ടകൾക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ഇതിൽ 53 ഗുണ്ടകളെ ജയിലിൽ അടയ്ക്കുകയും 110 ഗുണ്ടകളെ നാടുകടത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാര യാത്രയെ പിന്തുണച്ചായിരുന്നു നൈറ്റ് മാർച്ച്.
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രന്റെ നേതൃത്വത്തിൽ കോടന്നൂരിലാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. കോടന്നൂർ സെന്ററിൽ നടന്ന സമാപന യോഗം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നേതാവ് ജ്യോതി ബസു, ബ്ലോക്ക് സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി, ജോജോ ചിറമൽ, AD ജോഡി, AA റപ്പായി, സന്തോഷ് ചിറയത്ത്, പോൾ കുന്നൻ, ജോസ് ചാഴൂർ, വിൽസൺ പെല്ലിശ്ശേരി, ഡേവിസ് കണ്ണനായ്ക്കൽ, രവി കോപ്പക്കാട്ടിൽ, ആന്റണി തെക്കേക്കര എന്നിവർ സംസാരിച്ചു. ഒല്ലൂരിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന മികച്ച ഹോംഗാർഡായ ശശിക്ക് ആദരം. തൈക്കാട്ടുശ്ശേരി പെരിഞ്ചേരി ചേർപ്പ് മേഖല ബസ് ഓണേഴ്സ് ആണ് ഹോംഗാർഡ് ശശിയെ ആദരിച്ചത്. മേഖലാ പ്രസിഡന്റ് MG മുരളിയും സെക്രട്ടറി ദിലീപ് കുമാറും ചേർന്നാണ് ഹോംഗാർഡിനെ ആദരിച്ചത്. മെമ്പർമാരായ ദിനേശ്, ഷിജു, ജെയ്സൺ, സാറ്റോ, വിജു, പവിത്രൻ, സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം ഓണാഘോഷവും നടന്നു. ആയൂർ റിവർ വ്യൂ റിസോർട്ട് പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ചിലന്തി ജയശ്രീ അറസ്റ്റിൽ. തിരുവില്ലാമലയിൽ പദ്ധതി തുടങ്ങുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. മാള പുത്തഞ്ചിറ സ്വദേശിയുടെ പരാതിയിലാണ് വരന്തരപ്പള്ളി വേലുപ്പാടം സ്വദേശിനി കുറുവത്ത് വീട്ടിൽ ചിലന്തി ജയശ്രീ എന്ന ജയശ്രീ അറസ്റ്റിലായത്. തിരുവില്ലാമലയിൽ ആയൂർ റിവർ വ്യൂ റിസോർട്ട് എന്ന പേരിൽ പദ്ധതിയുണ്ടെന്നായിരുന്നു പ്രതി ഉറപ്പ് നൽകിയത്. പദ്ധതിയിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ച പരാതിക്കാരൻ പണം നിക്ഷേപിക്കാമെന്ന് അറിയിച്ചു. തുടർന്ന് 2022 ജനുവരി 28 മാള പുത്തഞ്ചിറയിലെ പരാതിക്കാരന്റെ വീട്ടിൽ പ്രതി ചിലന്തി ജയശ്രീ എത്തി. വീട്ടിൽ വെച്ച 10 ലക്ഷം രൂപ പ്രതി നേരിട്ട് വാങ്ങി. പിന്നീട് അക്കൗണ്ട് മുഖേനയും നേരിട്ടുമായി 50 ലക്ഷം രൂപ കൂടി പ്രതി ചിലന്തി ജയശ്രീ കൈക്കലാക്കി. 60 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് ഇരയായെന്ന് തിരിച്ചറിഞ്ഞതോടെ പുത്തഞ്ചിറ സ്വദേശി പരാതിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാള പോലീസ് 2024 മാർച്ച് 16 കേസ് രജിസ്റ്റർ ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചിലന്തി ജയശ്രീ വടക്കാഞ്ചേരി, തൃശൂർ ഈസ്റ്റ്, പാലക്കാട്, കോട്ടായി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 9 തട്ടിപ്പ് കേസുകളിലും ഒരു അടിപിടി കേസിലും പ്രതിയാണ്. ഇരിങ്ങാലക്കുട DYSP CL ഷാജു, വനിതാ പോലീസ് സ്റ്റേഷൻ SHO ഇൻചാർജ് SI EU സൗമ്യ, ASI സീമ, SIമാരായ പ്രസാദ്, സുമൽ, സീനിയർ CPOമാരായ ഉമേഷ്, ജീവൻ, അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ICL ഫിൻകോർപ്പ് ഇരിങ്ങാലക്കുടയിൽ ഒരുക്കിയ ഓണാഘോഷയാത്ര വർണ്ണാഭമായി. ഒന്നിച്ചോണം പൊന്നോണം എന്ന പേരിലാണ് ഓണാഘോഷയാത്ര സംഘടിപ്പിച്ചത്. കുടവയർ കുലുക്കി അരമണിക്കുലുക്കത്തിൽ പുലികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. കുമ്മാട്ടിക്കൂട്ടവും തെയ്യവും കാവടിയും മറ്റ് കലാരൂപങ്ങളും ഘോഷയാത്രയിൽ നിറഞ്ഞാടി. പഞ്ചവാദ്യവും നാസിക് ഡോളും DJ വാഹനവും ഘോഷയാത്രയ്ക്ക് അകമ്പടിയൊരുക്കി. കൂടൽമാണിക്യ ക്ഷേത്രനടയിൽ തിരിതെളിയിച്ച് ICL ഫിൻകോർപ്പ് MD അഡ്വക്കേറ്റ് KG അനിൽകുമാർ ഘോഷയാത്രയ്ക്ക് തുടക്കമിട്ടു. തുടർന്ന് തിരുവാതിരക്കളി മത്സരം നടന്നു. ഫിൻകോർപ്പ് ഓൾ ടൈം ഡയറക്ടർ ഉമ അനിൽകുമാർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സിനിമാറ്റിക് ഡാൻസ് മത്സരവും ഇതോടനുബന്ധിച്ച് നടന്നു. സിന്ധു കൺവെൻഷൻ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ്, ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ KA ഗോപി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, TV ചാർലി എന്നിവർ സംസാരിച്ചു. ചേറ്റുവയിൽ ഹുബു റസൂൽ മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന്റെ 8ാം വാർഷികം നടത്തി. ചേറ്റുവ ബുസ്താനുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിലായിരുന്നു മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 1000-ലേറെ പേരാണ് മജ്ലിസിൽ പങ്കെടുത്തത്. മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മദ്രസ കമ്മിറ്റി ഭക്ഷണം വിതരണം ചെയ്തു. ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. മുദരിസ് അബ്ദുറൌഫ് ബാഖവി ആലത്തിയൂർ, സദർ അലി മുസ്ലിയാർ, സിദ്ദിഖ് ദാരിമി, അക്ബർ ഉസ്താദ്, ഷെഫീഖ് തങ്ങൾ, അബ്ദുൽ ഹക്ക് ഉസ്താദ്, സൈനുദ്ദീൻ മുസ്ലിയാർ, മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ വലിയകത്ത്, സെക്രട്ടറി അബ്ദുൽ ജലാൽ, ചേറ്റുവ മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന റാലിയും വൈകിട്ട് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും. തീരദേശ പഞ്ചായത്തുകളിലെ അതിദരിദ്ര വിഭാഗക്കാർക്കടക്കം ഓണപ്പുടവ സമ്മാനിച്ച CP ട്രസ്റ്റ്. തീരദേശ മേഖലയിലെ 12 പഞ്ചായത്തുകളിലുള്ളവർക്കാണ് ഓണപ്പുടവ നൽകിയത്. അതിദരിദ്രർക്ക് പുറമെ ആശാ വർക്കർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർക്കുമാണ് ഓണപ്പുടവ സമ്മാനിച്ചത്. ആശാ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹിന്റെ നേതൃത്വത്തിലുള്ള CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇത്തവണ ഓണപ്പുടവ നൽകാൻ തീരുമാനിച്ചത്. ഏറിയാട്, എടവിലങ്ങ്, SN പുരം, മതിലകം, പെരിഞ്ഞനം,
കയ്പമംഗലം, എടത്തുരുത്തി, വലപ്പാട്, നാട്ടിക, തളിക്കുളം, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ എന്നീ തീരദേശ പഞ്ചായത്തുകളെയാണ് ഓണപ്പുടവ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. ഓരോ പ്രദേശത്തും അതാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓണപ്പുടവ ഏറ്റുവാങ്ങി. ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ ഏളയിടത്ത്, ഹിലാൽ കുരിക്കൽ, MA ബാബു, TM നിസാബ്, VB രവി കിരൺ, PC വിൻസൺ എന്നിവർ ഓണപ്പുടവ വിതരണത്തിന് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,805 രൂപ, പവന് 78,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ഓണാഘോഷം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും ചേർന്നായിരുന്നു ഓണാഘോഷം. രക്ഷണം ചേർപ്പ് പഞ്ചായത്ത് കുടുംബ സംഗമം നടന്നു. ഓണക്കിറ്റും ഓണപ്പുടവ വിതരണവുമാണ് കുടുംബ സംഗമത്തിലുണ്ടായത്. പെരുമ്പള്ളിശ്ശേരി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. 2024-25 വർഷത്തെ 18 ലക്ഷം രൂപയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നിർമ്മാണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.